കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിൽ ഒരു പാലത്തിനു വേണ്ടിയുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് 3 പതിറ്റാണ്ട് പിന്നിട്ടു. യാത്രാക്ലേശം രൂക്ഷമായതോടെ ചാലിയാറിന്റെ ഇരുകരകളിലെയും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാണാം അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അധികാരികളിലേക്ക് ആരിടും പാലം? ഞങ്ങൾക്കിവിടെ പാലം വേണം, ചാലിയാറിൽ പാലം വേണം. പെരുമണ്ണ പഞ്ചായത്തിലെ വെള്ളായിക്കോടും മലപ്പുറം ജില്ലയിലെ വാഴിയൂർ പഞ്ചായത്തിലെ മുളപ്രം കടവും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വേണമെന്ന ആവശ്യവുമായാണ് വെള്ളയങ്കോട് കടവിൽ നാട്ടുകാർ വീണ്ടും ഒത്തുകൂടിയത്. 1992 ജനുവരി 26 വെള്ളായിക്കോട് നിന്നും വാഴയൂരിലേക്ക് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച തോണി മറിഞ്ഞ് 6 പേർ മുങ്ങി മരിച്ചതോടെയാണ് വെള്ളായിക്കോട് മൂളപ്പുറം കടവിൽ പാലം വേണമെന്ന ആവശ്യം ശക്തമായത്. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് അന്ന് തന്നെ സർക്കാർ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി പാലം നിർമ്മിക്കേണ്ട സ്ഥലം തിട്ടപ്പെടുത്തി. കൂടാതെ അന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങുകയും അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും ചെയ്തു. ഇതിനു പുറമെ 25 കോടി രൂപയുടെ പ്രപ്പോസൽ നബാർഡിന് മുമ്പാകെ സമർപ്പിച്ചു. എന്നാൽ ഈ പ്രപ്പോസൽ നബാർഡ് അംഗീകരിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ടോക്കൺ തുക നീക്കിവെച്ചുവെങ്കിലും വർഷം 32 കഴിഞ്ഞിട്ടും വെള്ളായിക്കോട് മൂളപ്പുറം നിവാസികൾക്ക് പാലം കിട്ടാക്കനിയായി തുടരുകയാണ്. ഇത് വർഷങ്ങളായിട്ട് കാത്തിരിപ്പാണ് ജനങ്ങളുള്ളത്. ഏകദേശം 32 വർഷമായിട്ട് ഇവിടെ തോണി അപകടമുണ്ടായതിനു ശേഷം 6 പേർ മരിച്ച ദുരന്തമുണ്ടായതിനു ശേഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ആവശ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിൽ വന്നതാണ്. ആ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഈ പാലം കഴിഞ്ഞ 10 വർഷമായി അതിനൊരു തുക പോലും വെക്കാതെ ഇതിനെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പാലം കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. വീണ്ടും സമരമുഖത്തേക്ക് പോവുകയാണ്. പാലം നീണ്ടുപോയതോടെ നാട്ടുകാരുടെ ശ്രമഫലമായി ഇരുകരകളെയും ബന്ധിപ്പിച്ച സ്വകാര്യ ബോട്ട് സർവീസ് ആരംഭിച്ചുവെങ്കിലും അതെല്ലാം ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ കണ്ണെത്തുന്ന ദൂരത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലം വേണമെന്ന് അത്യാവശ്യമാണ്. പാലമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു തോണി മറിഞ്ഞ 6 ആളുകൾ മരിച്ചതിൻ്റെ വിഷമം ഒന്നും തീർന്നിട്ടില്ല. ആദ്യമൊക്കെ തോണിയില്ലായിരുന്നു, ഇപ്പോൾ തോണിയില്ല. പിന്നെ എന്തായാലും ഇതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പാലങ്ങൾ അടുത്ത കാലത്തായി നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയെങ്കിലും വെള്ളായിക്കോട് മൂളപ്പുറം കടവിൽ മാത്രം പാലം വന്നില്ല. ഞങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് ഞങ്ങളെ ഒരു പാലം എന്നുള്ള ഒരു ആഗ്രഹം അത് നടപ്പിലാക്കി തരാത്തത് എന്നുള്ളതാണ്. അക്കരെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും പോകാനുള്ള യാതൊരു മാർഗവുമില്ല. ഒരുപാട് പാലങ്ങൾ ഇതിന്റെ മുകളിൽ സമീപകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞങ്ങളെ ഈ ഒരു ആവശ്യം പരിഗണിക്കാൻ ബന്ധപ്പെട്ട ഒരു അധികാരികളും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസമുണ്ട്. അതിനിടയിലാണ് 1994 തോണി അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അന്നത്തെ 9 വയസ്സുകാരനായിരുന്ന പെരുമണ്ണ സ്വദേശി ജിർഷാദും 32 വർഷത്തിനു ശേഷം വീണ്ടും അതേ ഓർമ്മ ദിവസത്തിൽ നാട്ടുകാർക്കൊപ്പം സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വിവാഹം അന്ന് ഞങ്ങളെല്ലാവരും ആ തോണിയിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു. ആ തോണിയിൽ ഒരു ചെറിയ തോണിയാണെങ്കിലും അന്ന് അതിൽ 24ഓളം പേരുണ്ടായിരുന്നു. ആ 24 ആളുകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 6 പേർ അന്ന് മരണപ്പെട്ടു. അത് എൻ്റെ കുടുംബങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാനും അപകടത്തിൽപ്പെട്ടു. ഈ വെള്ളായിക്കോട് പ്രദേശത്തുള്ള 1-2 ആളുകൾ ചെറിയ തോണിയിൽ വന്നിട്ടാണ് എന്നെ അന്ന് രക്ഷപ്പെടുത്തിയത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ രക്ഷപ്പെടുത്തിയ ആളുകളെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് എന്നുള്ളത് വളരെ ഇതുപോലൊരു ആക്ഷൻ കമ്മിറ്റിയുടെ പരിപാടിക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഈ ഒരു വിഷയത്തിൽ. ഒരു പാലം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് 32 വർഷത്തെ പഴക്കമുണ്ട്. ഈ 32 വർഷത്തിനിടയിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ നാട്ടുകാർ കണ്ടു. ആ ഘട്ടങ്ങളിലെല്ലാം ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും നിരവധി വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷേ പാലം മാത്രം യാഥാർത്ഥ്യമായില്ല. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.